ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി ലേശം ഇട്ടാൽ മതി. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് പൊടിയിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു നുള്ള് പെരിഞ്ചീരകം, ഗ്രാമ്പു, ഇത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടുത്തെ 2 സവോളയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ 2 സവോള എടുത്തു. പിന്നെ കറുകപ്പട്ടയുടെ ഇല ഇട്ടിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ 2 തക്കാളി അരച്ചെടുത്തതാണ് കേട്ടത്. ഇതിലിട്ട് കൊടുക്കുക. നന്നായിട്ട് അരയണ്ട, ഇത് അരച്ച് കിട്ടിയാൽ മതി. നമുക്കിതിലേക്ക് നമുക്കൊരു ലേശം കാശ്മീരി മുളക് പൊടി, കുരുമുളക്, ലേശം മഞ്ഞൾപ്പൊടി. നമ്മൾ മുട്ടയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. കുറച്ച് ഗരം മസാല, പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ മുട്ടയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിക്കുള്ള ഉപ്പ് ചേർത്തേ മതി. നോക്കിയിട്ട് ചേർക്കുക. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു മതി, 1 ഗ്ലാസ് വെള്ളം. ലേശം കൂടി ഒഴിക്കുക. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് മുട്ട വറുത്തെടുക്കാനാണ് കേട്ടോ. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ലേശം കടുകിട്ട് കൊടുക്കുക. നമുക്ക് മുട്ട കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒഴിച്ചു കൊടുക്കുക.
ലേശം കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് കലക്കി വെക്കുമ്പോഴും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, മറന്നുപോയി. അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് മുട്ട കലക്കി വെക്കാം. ഇനി നമുക്കിത് ആംപ്ലേറ്റ് ആക്കി എടുക്കരുത്. ഇത് നമ്മൾ കറി ഇളക്കിയ ചട്ടുകാണ്. നമുക്കിത് നന്നായി പൊടിയാനും പാടില്ല. അങ്ങനെ വലിയ പീസായിട്ട് നമുക്കിത് ഇങ്ങനെ കുത്തി പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല പൊടിയാവരുത്. ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഇത്ര പോകുന്ന പീസൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നമുക്കിനി മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഇട്ടത്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. മുട്ട നന്നായിട്ട് പൊടിയാക്കരുത്, എന്നാൽ ഭയങ്കര വലിയ കഷ്ണമാവരുത് കേട്ടോ. അങ്ങനെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ അത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.